വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ലാഭമുണ്ടാക്കാനൊന്നും ശ്രമിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി നിങ്ങളുടെ താല്പര്യത്തിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ മറ്റുള്ളതോ ചെയ്യുക. അല്ലാതെ ഇന്ത്യറിയലിൻ്റെ വീഡിയോ നോക്കി നിങ്ങൾ ഇതുവഴി ലാഭമുണ്ടാക്കാനോ മറ്റുള്ളതൊന്നിനോ ശ്രമിക്കാൻ പാടില്ല. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യറിയൽ പറഞ്ഞതുപോലെ തന്നെ കുതിച്ചു വരുന്നിരിക്കുകയാണ്. ഇനി തകരുമോ കുറയുമോ, ഇനി തകരുമോ കുതിക്കുമോ എന്നുള്ളത് പറയാൻ കൂടിയാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു വലിയ രീതിയിലുള്ള ഒരു ട്രേഡ് അൺസർട്ടനിറ്റി, ഒരു ടൈപ്പ് ഓഫ് ട്രേഡ് വാറ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞാൻ മറ്റേ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നോക്കി, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അതിപ്പോഴും അത് യുദ്ധം പോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് ഭയങ്കരമായ രീതിയിലുള്ള ഫൈറ്റിംഗ് നടക്കുന്നത്. റഷ്യയിൽ പോലും അറ്റാക്ക്, റഷ്യൻ്റെ മോസ്കോയിൽ പോലും ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടൊക്കെ വരുന്നത്. അവിടെ ഒരു റഷ്യൻ ഉക്രൈനിയൻ പാരാമിലിറ്ററി ലീഡർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വേറെ ആൾക്കാർക്കൊക്കെ പരിക്കേറ്റുണ്ടാവും. അന്വേഷണത്തിലാണുള്ളത്. ട്രംപ് ആണെങ്കിൽ റയർ എർത്ത് മെറ്റൽസ് ചോദിക്കുകയാണ് ആരോട്, ഉക്രൈനോട്, അവർക്ക് ഹെൽപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള സീരിയസ് ഡിസ്കഷൻസ് ഒന്നും ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പീസിലേക്ക് റഷ്യ പറയുന്നത്. എന്തായാലും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. അതിൽ സെലൻസ്കി പറയുന്നത് മോസ്കോയും വാഷിങ്ടണും മാത്രം തമ്മിലുള്ള ചർച്ച വളരെ നല്ലതെന്നല്ല എന്നാണ് പറയുന്നത്. യൂറോപ്യൻ യൂണിയനും ഒക്കെ ഉക്രൈനും ഒക്കെ കൂടിയിട്ടുള്ള, അമേരിക്ക റഷ്യ ഒക്കെ പാട് കൂടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സീസ് ആണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ എന്തായാലും അങ്ങനത്തെ ഒരു ഡീലിലേക്കോ വലിയ സീരിയസ് ഡിസ്കഷൻസിലേക്ക് പോകുന്നില്ല. ട്രംപ് പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകളൊക്കെ മുമ്പ് വന്നത്. അവിടെ ഇപ്പോഴും ഡ്രോൺ അറ്റാക്കും ഓയിൽ റിഫൈനറി അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പ്രോബ്ലംസ് സോൾവ് ആയിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ പറയാൻ. ട്രേഡ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ മെക്സിക്കോയും അമേരിക്കയും അത് നീട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും കാനഡയുമായി സംസാരിക്കാൻ പോകുന്നുണ്ട്. താരിഫ് മെക്സിക്കോക്ക് ചുമത്തിയത് ഒരു മാസത്തിലേക്ക് എന്തായാലും മരവിപ്പിച്ചിട്ടുണ്ട്. അതിൽ വേറെ കൂടുതൽ വേറെ ഡീലിങ്സുകളൊക്കെ അതിർത്തിയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടും സൈന്യത്തെയും അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രംപ് അതിലേക്ക് വന്നത്. പിന്നെ വേറെയും രീതിയിലുള്ള പ്രഷർ ഇൻസൈഡും അമേരിക്കയിലും വരുന്നുണ്ട്. കാരണം ഒക്കെപ്പാടെ നിർത്തുമ്പോൾ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും എല്ലാ നിലക്കും. അത് ആകെ സ്തംഭനത്തിലേക്കും മറ്റുള്ള US-നെയും കൂടി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. പെട്ടെന്ന് എല്ലാ താരിഫും മറ്റും ചുമത്തിയാൽ എന്തായാലും അതൊക്കെ അങ്ങനെ ഒരു വഴിക്ക് നടക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ടെൻഷൻ, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ട്രേഡ് ടെൻഷൻ എല്ലാം നിൽക്കുന്ന പശ്ചാത്തലമാണ് ഗോൾഡിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന US ജോബ് ഓപ്പണിങ്ങും അതേപോലെ തന്നെ ഫാക്ടറി ഓർഡേഴ്സും പിന്നെ നോൺ ഫാം പേറോൾ ഡേറ്റയും വരാനുണ്ട് ഈ ആഴ്ച. ഇതൊക്കെ ഗോൾഡിനെ നെക്സ്റ്റ് ഡിറക്ഷനെ മൂവ്, അല്ലെങ്കിൽ ആ മൂവ് എന്ത് ചെയ്യും, മൂവ് എന്ന് പറയുമ്പോൾ ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺ ഫസ്റ്റ് ലോ ആണ് നമ്മൾ എപ്പോഴും ഇവിടെ എടുക്കേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ ബോഡി കണ്ടിന്യൂസ്ലി ഇൻ മോഷൻ ഓർ റെസ്റ്റ് ഇറ്റ് വിൽ ബി like that only unless and until an external force act upon it എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എ ബോഡി റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ unless and until we give a external force ആക്ട് അപ്പോൺ ഇറ്റ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു ബാഹ്യമായ ഒരു ബലം അതിൽ പ്രയോഗിക്കാത്ത കാലത്തോളം ഒരു ബോഡി അവിടെ നിൽക്കുകയാണെങ്കിൽ അത് നിന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അതേപോലെ ഗോൾഡ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിനെ നിർത്താനുള്ളൊരു കാറ്റില്ല. പണ്ടൊക്കെ ഗോൾഡിനെ നിൽക്കുന്ന ഗോൾഡിനെ മുകളിലേക്ക് ഉയർത്താനായിട്ടുള്ള കാറ്റലിസ്റ്റിനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സാധനത്തിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ എക്കണോമി കൊളാപ്സായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണവില ഇനിയും മുകളിലേക്ക് പോകും എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഈ ട്രേഡ് അതേപോലെ തന്നെ ഈ താരിഫ് ചുമത്തലൊക്കെ ഉണ്ടല്ലോ, അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ താരിഫ് ഇങ്ങനെ ടാക്സ് കൂട്ടുമ്പോൾ ഇതൊരു ഇൻഫ്ലേഷൻ ഉണ്ടാകും എന്നുള്ളൊരു വലിയ രീതിയിലുള്ള ഒരു ഭയം വരുന്നുണ്ട്. അതിൽ തന്നെ സേഫ് ഹാവൻ ഡിമാൻഡ്, ഗോൾഡിൻ്റെ ഡിമാൻഡ് കൂടുകയാണ്. അത് എല്ലാ നിലക്കും സെൻട്രൽ ബാങ്കുകൾ വലിയ രീതിയിൽ വാങ്ങുന്നു, ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നു, സാധാരണക്കാർ വാങ്ങുന്നു. ആ ഒരു ആംഗിളാണല്ലോ. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില മുരളീധരൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെയുള്ള. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ട്രോളും. പക്ഷേ എല്ലാവരും ട്രോളെന്ന് പറഞ്ഞിട്ട് നമുക്ക് കളിയാക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറയുന്നുണ്ടല്ലോ കൂടുന്നതിനനുസരിച്ച് കുറയുന്നതിനനുസരിച്ച് കൂടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ട്രോളുകളൊക്കെ ഉണ്ട്. ശരിക്കും തന്നെയാണ് സംഭവിക്കുന്നത്. ഗോൾഡ് എങ്ങനെയാണോ കൂടുന്നത് അതിനനുസരിച്ച് പിന്നീട് കുറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നാളെ കാലത്ത് സ്വർണ്ണവില എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള സ്വർണ്ണവില 840 രൂപ കൂടി 62,480 കേരളത്തിൽ ഏറ്റവും ടോപ്പ് പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഏറ്റവും ടോപ്പ്
വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 62,480 ഇപ്പോൾ ഉള്ളത്. ഈ 62,480 നിന്നും നാളെ ഒരു 120 രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഉണ്ട്. ശരി തന്നെയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില 2,809 -5.7 ഇടിവിലോടെ റൗണ്ട്സ് ഗോൾഡിന് വന്നിട്ടുണ്ടെന്ന് ശരി തന്നെയാണ്. പക്ഷേ ഇതിൽ ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല, കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇനി കുറയുന്ന ലെവൽ പോയി ഇൻ്റർനാഷണൽ മാർക്കറ്റ് വന്നാൽ പോലും അത് കുറക്കപ്പെടുന്നുമില്ല. കാരണം ഇൻസൈഡ് ദ മാർക്കറ്റ് നോക്കുമ്പോൾ ഇറ്റ്സെൽഫ് ഗോൾഡ് ഹാസ് വെരി ഹൈ ഡിമാൻഡ് എന്നുള്ളത് തന്നെ വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോൾഡ് പ്രൈസ് ഇനിയും മുകളിലേക്ക് പോകും. 2,830 ഇനി തകർക്കപ്പെട്ടേക്കും. അങ്ങനെ മുകളിലേക്ക് ഗോൾഡ് പോയേക്കും. അതിലാണ് സാധ്യത എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ 120 രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഉണ്ട് എന്ന് മാത്രം. എന്തായാലും അതൊക്കെ മറിയും. എല്ലാം ഗോൾഡിന് അനുകൂലമായിട്ടാണ് ഫാക്ടേഴ്സ് എല്ലാം തിരിഞ്ഞ്. ചെറിയ ചുണ്ടനം കൊടുത്ത് വലിയ വഴുതനം കൊടുക്കുക എന്നൊക്കെ പറയും. അതേപോലെ ചെറിയ രീതിയിൽ ഇടിഞ്ഞിട്ട് വലിയ രീതിയിൽ ഉയരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.